കുഞ്ഞു കുട്ടികളുള്ള വീടുകളുണ്ടല്ലോ, എപ്പോഴും അവിടെ ടോയ്സൊക്കെ നിറഞ്ഞു കിടന്നിട്ട് അവിടുത്തെ ഭിത്തിയിലൊക്കെ കുറേ വരകളൊക്കെ കാണും. അത് കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ ആ ഒരു വീട് അങ്ങനെ തന്നെ ആയിരിക്കും എപ്പോഴും കിടക്കുക. നമ്മൾ എത്ര അടുക്കി പറക്കി വെച്ചാലും അവർക്കത് നിരത്തിയിടാനും ആ ടോയ്സൊക്കെ വലിച്ചിട്ട് കളിക്കാനും, കുഞ്ഞു 2-3 വയസ്സുള്ള കുഞ്ഞുങ്ങൾ ഭിത്തിയിലൊക്കെ ഒന്ന് എഴുതി, അതൊക്കെയാണ് ശരിക്കും ആ ഒരു പ്രായത്തിൻ്റെ ആ ഒരു പ്രായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെയാണ്. പക്ഷേ ചില ആളുകളുണ്ട് വല്ലപ്പോഴും വിസിറ്റേഴ്സായിട്ട് ഇങ്ങനെയുള്ള വീടുകളിൽ ചെല്ലും. അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ ഹസ്ബൻഡ് വൈഫും മക്കളും മാത്രമുള്ളവരായിരിക്കാം. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ചെന്നിട്ട് വല്ലപ്പോഴും ഒരു വിസിറ്റേഴ്സായിട്ട് മാത്രമായിരിക്കും, ചിലപ്പോൾ ഇൻലോസോ പേരൻസോ ആരെങ്കിലുമൊക്കെ ആയിരിക്കും. ചെന്നിട്ട് ഇങ്ങനെ കുറേ കുറ്റങ്ങൾ, ഇത് എന്ത് പോലെ ഇതെന്നെ ഇങ്ങനെ കിടക്കുന്നത്, നീ ഇവിടെ ഒന്നും ചെയ്യാറില്ലേ, ഇതെന്നെ ഇങ്ങനെ കിടക്കുന്നത്, പിള്ളേർക്ക് എല്ലാ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ കളിക്കാൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, ഇങ്ങനെ കുറേ വർത്തമാനങ്ങളാണ് പറയുന്നത്. അവിടെ ഒരമ്മ മാത്രമുള്ള ഒരു വീട്ടിൽ അങ്ങനെ എല്ലാ കളിസാധനങ്ങളും എടുത്തിട്ടാലായിരിക്കാം ചിലപ്പോൾ അവർക്ക് ആ ജോലി ചെയ്യാൻ പറ്റുന്നത്, അവരുടെ ജോലികൾ ചെയ്യാൻ പറ്റുന്നത്. ഒരു ഭാഗം ഇങ്ങനെ ആകുമ്പോൾ അപ്പുറത്ത് അവരുടെ ജോലികളൊക്കെ അടുക്കളയിൽ നടക്കും. അതങ്ങനെയാണ്. പിന്നെ ഇവർ ഇതൊന്നും അടുക്കി പറക്കി വെക്കത്തില്ല, അല്ലെങ്കിൽ അവർ ശ്രദ്ധയില്ല, വൃത്തിയില്ല എന്നൊന്നുമല്ല അർത്ഥം. ടോയ്സ് പിള്ളേർക്ക് കളിക്കാനുള്ള സാധനം തന്നെയാണ്. അത് എവിടെയെങ്കിലും ഷെൽഫിൽ കയറ്റി മാറ്റി വെക്കാനാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് വാങ്ങിച്ചു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഈ ടോയ്സ് കൊടുത്ത് കളിപ്പിക്കുന്നതൊക്കെ കുഞ്ഞുങ്ങളുടെ മെൻ്റൽ ഡെവലപ്മെൻറ്റിനും ഫിസിക്കലിയുള്ള ഡെവലപ്മെൻറ്റും ഒക്കെ ഉള്ള കാര്യങ്ങളാണ്. അല്ലാതെ വെറുതെ കയറ്റി ഷെൽഫിൽ വെക്കാനോ കളിക്കാതെ കൊടുക്കാതിരിക്കേണ്ടൊക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വാങ്ങിച്ച് വെക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഈ കുറ്റം പറഞ്ഞ് സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും കുറച്ച് കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് മാത്രം സംസാരിക്കുക.